ഗുഡ് മോർണിംഗ്. ഇന്നൊരു മലയാള മാസം 1-ാം തീയതി. രാവിലെ എണീക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിദ്രാദേവത ചതിച്ച കാരണം ഒരുപാട് വൈകി. രാവിലെ എഴുന്നേറ്റല്ലേ എന്ന് വിചാരിച്ച് പുളി പാസ്സാക്കി നേരെ കാവി ചെന്നത്. അമ്മ നേരത്തെ വെളുപ്പിനെ അമ്പലത്തിൽ വിളക്ക് കത്തിച്ച് കാണാൻ ഭാഗ്യം ഉണ്ടായിരുന്ന കാക്ക എടുത്തുകൊണ്ട് പോയില്ല. അവിടുന്ന് നേരെ എൻ്റെ ഒരു കുഞ്ഞു തോട്ടത്തിലോട്ട് കയറി. ഇതെൻ്റെ 2ാമത്തെ പടവലങ്ങയാട്ടോ. അയ്യോ, കണ്ടാലും മതി. ആദ്യത്തെ അങ്ങ് അളിഞ്ഞു പോയി കേട്ടോ, പുഴു കുത്തി. നമ്മുടെ കൃഷി ഈ വർഷത്തെ കർഷകശ്രീ മിക്കവാറും എനിക്കായിരിക്കുമല്ലേ. നമുക്ക് ഇതിനോടൊന്നും എനിക്ക് വലിയ ക്രൈസൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് വരെ ഞാനങ്ങനെ കൃഷിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആദ്യത്തെ സംഭവം. പക്ഷെ ചെയ്തപ്പോൾ തൊട്ട് എന്തോ എന്നും രാവിലെ വന്നില്ല പിള്ളേരെ നോക്കുന്നോട്ട് വന്ന് ഇങ്ങനെ തൊട്ടും തലോടിയൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അതേ പിടിച്ച് കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു എക്സൈറ്റ്മെൻറ്റ്. അത് കൃഷിത്തോട്ടം എന്നൊന്നും പറയാനൊക്കെ നിങ്ങൾ തന്നെ ആക്ഷേപിക്കും. ചെറിയ ചെറിയ കൃഷികളാണ്. അതെല്ലാം കണ്ടും പരിപാലിച്ച് വീട്ടിൽ വന്നപ്പോൾ അമ്മയെ കാണുന്നില്ല. അമ്മ അപ്പം നോക്കിയപ്പോൾ കണ്ടിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ വട്ടയ്ക്കായിട്ട് കൊണ്ടുപോകാൻ മാല കെട്ടുന്നു. അങ്ങനെ അമ്മയെ നോക്കിയിട്ട് വന്ന് നേരെ അടുപ്പത്ത് ചായ വെച്ച് രാവിലെ എന്തെങ്കിലും ഞം വേണമല്ലോ. രാവിലെ നമുക്ക് ഗ്രീൻ പീസ് കറിയോ പച്ചക്കറിയൊക്കെ വെട്ടി അരിഞ്ഞിട്ട് അവനെ അങ്ങ് അടുപ്പയിലോട്ടാക്കി. എന്നിട്ട് അന്തസ്സായിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ അടുക്കളപ്പടിയെ പോയിരുന്നു. രാവിലത്തെ ചായ അങ്ങ് കിഴക്കോട്ട് നോക്കിയിരുന്നു. ചായ കിഴക്കോട്ട് നോക്കി എന്നിട്ട് കാര്യമില്ലല്ലോ, ഞം വേറെ വല്ലതും ഉണ്ടാക്കണമല്ലോ. അപ്പം അമ്മ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിച്ചാത്തി എടുക്കാനുള്ള മടി കൊണ്ട് അത് കടിച്ചു പൊട്ടിച്ചു. അപ്പോൾ രാവിലെ 1-ാം തീയതിക്കുള്ളതായി കിട്ടിയിട്ടില്ലേ, ഗൈസുകായില്ലേ. അങ്ങനെ പൊടി തട്ടി അതിനകത്തോട്ടിട്ട് കുഴച്ച് വീഡിയോ എടുക്കാനുള്ള ക്യാമറമാൻ നല്ല പോത്തുപോലെ ഉറങ്ങുന്നത് കൊണ്ട് നമുക്ക് ചുറ്റുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇടിയപ്പവും ചുറ്റിച്ച് അത് അടുപ്പയിലാക്കി എല്ലാത്തിനെയും കുളിപ്പിച്ചൊരുക്കി. ഇനി നമുക്ക് ഭക്തിസാന്ദ്രമായിട്ട് അമ്പലത്തിലേക്ക് കടന്നാലോ. അമ്മ നേരത്തെ അതിന് മുമ്പ് പോയി കേട്ടോ. ഇന്ന് അമ്മ പടയനോട്ടത്തെ ഉത്സവം അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ അമ്മ പോയി. അമ്മ രാവിലെ മാലയൊക്കെ കെട്ടി അമ്മ പോയി. അങ്ങനെ ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളം കൂടെ കുളിച്ചൊരുങ്ങി നേരെ നമ്മൾ ആത്മാമുക്ക് അമ്പലത്തിലേക്ക് പോകും. നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാനെല്ലാം 1-ാം തീയതി വട്ടയ്ക്കാട്ടും ആത്മാമുക്കിനും പോകുന്നതാണേ. അങ്ങനെ ഞങ്ങൾ ആത്മാമുക്ക് അമ്പലം അവിടെ എല്ലാ ദിവസവും പൂജയില്ല, മാസത്തിൽ ഒരിക്കൽ മാത്രമേ. അപ്പോൾ അവിടുത്തെ ടേബിളിൽ നിന്ന് ചന്ദനമൊക്കെ എടുത്ത്, ചന്ദനം തരാൻ ആരുമില്ല, ആ ടേബിളിൽ നിന്ന് ചന്ദനമൊക്കെ എടുത്തിട്ട് തൊഴുത് ഞങ്ങൾ നേരെ നമ്മുടെ വട്ടയ്ക്കാട്ട് അമ്പലത്തിലേക്ക് വന്ന് അവിടെ വന്നപ്പോൾ ഉണ്ടിടാ അതാ നിൽക്കുന്നത്. അവിടെ റോഡ് പണിയാണ്, JCB. ഈ JCB എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ആളങ്ങ് മരിക്കുമെന്ന്. അത് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് കാണുന്നത്. അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങി നേരെ നമ്മളുടെ സന്തത സഹചാരിയുടെ അടുത്തേക്ക് വന്നു. ഇതാണ് നമ്മളുടെ മയിൽവാഹനം. കൂടെ കൂടിയിട്ട് 13 വർഷം ആവുന്ന കേട്ടോ. നമ്മുടെ കുടുംബത്തിലെ സംഭവമില്ല, അപ്പോൾ അയാളെ നമ്മൾ നോക്കണ്ടേ. അങ്ങനെ വീട്ടിൽ വന്ന് അടപ്പ് തെറിച്ചപ്പോഴത്തേക്ക് 9:45 അങ്ങ് വിശപ്പിൻ്റെ ഉൾവിളി കാരണം ആണെന്നൊന്നറിയില്ല. കുക്കർ തുറന്നപ്പോൾ എൻ്റെ മോനെ എന്നാ മണവാ. അങ്ങനെ ആ വിശപ്പിൻ്റെ ഉൾവിളി കാരണം മക്കൾക്കും കൊടുത്ത് ഞാനും എടുത്ത് സിറ്റേട്ടിൽ പോയി സ്വസ്ഥമായിട്ട്